കോഴിക്കോട്ടെ ദീപകിന്റെ ആത്മഹത്യയിൽ അറസ്റ്റിലായ ഷംജിതയുടെ റിമാൻഡ് റിപ്പോർട്ട് പുറത്ത്. ഷിംജിതയുടെ ഫോണിൽ നിന്ന് ഒറിജിനൽ ദൃശ്യങ്ങൾ ലഭിച്ചു. ബസ്സിലെ CCTVയിൽ ലൈംഗികാതിക്രമത്തിന്റെ ദൃശ്യങ്ങൾ കണ്ടെത്തിയില്ല. ദീപക് ആത്മഹത്യ ചെയ്ത വീഡിയോ ചിത്രീകരിച്ചതിൽ മനം നൊന്ത് എന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. അനഘ ഹർഷൻ ചേരുന്നു വിവരങ്ങളുമായി. അനഘ, കോഴിക്കോട്ടെ ദീപകിന്റെ ആത്മഹത്യയിൽ അറസ്റ്റിലായ ഷിംജിതയുടെ റിമാൻഡ് റിപ്പോർട്ടിന് അടിസ്ഥാനത്തിൽ പുറത്തുവരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? രോഹിണി, ഷിംജിതയുടെ ഈ ദീപകിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ അറസ്റ്റിലായിരിക്കുന്ന, ഇപ്പോൾ റിമാൻഡിലായിരിക്കുന്ന ഷിംജിതയുടെ റിമാൻഡ് റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. ഈ റിമാൻഡ് റിപ്പോർട്ടിൽ അന്വേഷണ സംഘം പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ബസ്സിൽ വെച്ച് ഷിംജിത വീഡിയോ ചിത്രീകരിച്ചിരിക്കുന്ന ഫോൺ പരിശോധിച്ചു. ഈ ഷിംജിതയുടെ ഫോണിൽ നിന്ന് ഈ ബസ്സിലെ ദൃശ്യങ്ങൾ, ആ വീഡിയോ, ഈ ദീപക് അടങ്ങുന്ന ആ വീഡിയോ ദൃശ്യങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. അത് കൃത്യമായി പരിശോധിച്ചിട്ടുണ്ട്. മാത്രമല്ല, ബസ്സിലെ CCTV ദൃശ്യങ്ങളും തങ്ങൾ പരിശോധിച്ചു. ഈ CCTV ദൃശ്യങ്ങളിൽ ഒന്നും തന്നെ അസ്വാഭാവികമായ മറ്റൊന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. മറ്റൊന്ന്, ഈ ദീപക് ആത്മഹത്യ ചെയ്തത് ഈ വീഡിയോ ചിത്രീകരിച്ചതിലുള്ള മനോവിഷമത്തിലാണ് ഈ ദീപക് ആത്മഹത്യ ചെയ്തത്. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ചാണെങ്കിൽ ഈ ഒറിജിനൽ വീഡിയോ ചിത്രീകരിച്ചിരിക്കുന്ന ഷിംജിതയുടെ ഫോണ് അന്വേഷണ സംഘം കൃത്യമായി പരിശോധിച്ചിട്ടുണ്ട്. ഈ ഫോണിൽ നിന്ന് ആ വീഡിയോയുടെ ഒറിജിനൽ ദൃശ്യം അത് ലഭിച്ചിട്ടുണ്ട്. ആ ഒറിജിനൽ ദൃശ്യങ്ങളിൽ പോലും അസ്വാഭാവികമായിട്ടുള്ള ലൈംഗിക അതിക്രമം ദീപക് നടത്തി എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളൊന്നും തന്നെ ഈ ഷിംജിതയുടെ ഫോണിൽ നിന്ന് ലഭിച്ചിട്ടില്ല. മറ്റൊന്ന്, ഈ കേസിലെ ഏറ്റവും നിർണായകമായ ഒന്നായിരുന്നു ഈ ബസ്സിലെ CCTV ദൃശ്യങ്ങൾ. ഈ ബസ്സിലെ മുൻഭാഗത്തും CCTV ഉണ്ടായിരുന്നു. ഈ ബസ്സിനുള്ളിലെ പുറകുവശത്തും CCTV ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നു. ഈ രണ്ട് CCTV ദൃശ്യങ്ങളും ഈ അന്വേഷണ സംഘം പരിശോധിച്ചു. ഈ CCTV ദൃശ്യങ്ങളിൽ ഒന്നും തന്നെ ഈ ലൈംഗികാതിക്രമം ദീപക് നടത്തി എന്നതിന്റെ ഒരു തെളിവുകളും ലഭിച്ചിട്ടില്ല എന്ന് കൃത്യമായി തന്നെ ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. 14 ദിവസത്തേക്കാണ് ഈ ഷിംജിത മുസ്തഫയെ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. ഈ അന്വേഷണ സംഘം നാളെ ഷിംജിതയെ കസ്റ്റഡിയിൽ വാങ്ങി കസ്റ്റഡി അപേക്ഷ നൽകും. അതിനുശേഷം കസ്റ്റഡിയിൽ വാങ്ങിയതിനു ശേഷം കൃത്യമായി ചോദ്യം ചെയ്യും. ഈ കേസുമായി ബന്ധപ്പെട്ട് നിരവധി ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. ഇത്തരത്തിൽ ഒരു വീഡിയോ റീച്ചിന് വേണ്ടി മാത്രമാണോ ഷിംജിത ഇങ്ങനെ ഒരു വീഡിയോ ചിത്രീകരിച്ചത് എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ദീപക്കിലെ ഷിംജിത എത്തിയത്? മറ്റൊന്ന്, ഈ ദീപക് മരിക്കുന്നതിന് തൊട്ട് മുൻപ് തന്റെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന ഒരു വലിയ തുക പിൻവലിച്ചിരുന്നു. എന്തിനു വേണ്ടിയാണ് ദീപക് ഈ തുക പിൻവലിച്ചത്? ഇങ്ങനെ നിരവധി ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം ലഭിക്കണമെങ്കിൽ ഈ ഷിംജിതയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. എന്നാലും പ്രാഥമികമായി അന്വേഷണ സംഘം നടത്തിയ ചോദ്യം ചെയ്യലിൽ തന്റെ നിലപാടിൽ താൻ നേരത്തെ പറഞ്ഞ മൊഴിയിൽ ഉറച്ചു നിൽക്കുന്നുണ്ട് എന്നാണ് ഷിംജിത അന്വേഷണ സംഘത്തിന് ആദ്യഘട്ടത്തിൽ പ്രാഥമികമായി മൊഴി നൽകിയത്. പക്ഷേ ആ മൊഴിയുടെ നേർ വിപരീതമാണ് തെളിവുകൾ എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിമാൻഡ് റിപ്പോർട്ടിലും പറയുന്നത്. രോഹിണി, ശരി. അനഘ ഹർഷനാണ് വിവരങ്ങൾ നൽകിയത്.